ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2072. ഇന്ന് സെപ്റ്റംബർ മാസം 2-ാം തീയതി. ഈ ആണ്ടിലെ 245-ാമത്തെ ദിവസത്തിലെത്തി. ഉള്ളിൻ്റെ ഉള്ളിലൊരു മൗനവും നിശബ്ദതയും ബോധപൂർവം ഉൾക്കൊള്ളാനും സ്വീകരിപ്പാനും നമ്മൾ കഴിഞ്ഞ പുലരി മുതൽ നിശ്ചയിച്ചുറപ്പിച്ചതാണ്. അതും പരിശുദ്ധ അമ്മ മറിയത്തിന്റെ മധ്യസ്ഥതയെ കൂട്ടുപിടിച്ചുകൊണ്ട്. അമ്മ മറിയത്തിന്റെ ജനന പെരുന്നാളിലേക്കുള്ള ഒരു കൂട്ടുയാത്രയാണിത്. അവിടെ യൗസേപ്പ് എന്ന് പറയുന്ന പിതാവിനെ കുറെ കൂടി നമ്മൾ അടുത്തറിഞ്ഞേ മതിയാവും, ഓർത്തെടുത്തേ മതിയാവും. ചേർത്ത് നിർത്തുകയല്ല, ചേർന്ന് നിന്നേ മതിയാവും. ഈ അമ്മയെ ഇത്രത്തോളം പാകപ്പെടുത്തിയതിനകത്ത് ഈ അപ്പനും നല്ലൊരു പങ്കുണ്ട്. അത്രത്തോളം നല്ലൊരു മകനെ രൂപപ്പെടുത്തിയതിനകത്ത് ഈ അപ്പനും ഈ അമ്മയ്ക്കും ഒരേപോലെ പങ്കുണ്ട്. എന്നിട്ടും നമ്മൾ ഈ അപ്പനെ മാത്രം അധികം അങ്ങോട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. യൗസേപ്പ് എന്ന് പറയുന്ന മനുഷ്യനെ സുവിശേഷം വിശേഷിപ്പിക്കുന്നത് നീതിമാൻ എന്നാണ്. ശരിക്കും അന്നാട്ടിലെ വ്യവസ്ഥിതികൾക്ക് അനുസരിച്ച് ആലോചിച്ചാലും വ്യാഖ്യാനിച്ചാലും നിയമം ലംഘിച്ച ആളാണ്. അത് ദൈവം കൊടുത്ത നിയമമായാലും പിന്നീട് മനുഷ്യൻ അതിന് മീതെ ഏറ്റുകിട്ടിയ 100,000 വ്യാഖ്യാനങ്ങളുടെ പശ്ചാത്തലത്തിലായാലും യൗസേപ്പ് എന്ന് പറയുന്ന മനുഷ്യനെ നീതിമാനെന്ന് വേദത്തിന് വിളിക്കാനായിട്ട് യൗസേപ്പ് നിയമം ലംഘിച്ചയാളാണ്. എന്നിട്ടും ബോധപൂർവം നീതിമാൻ എന്നാണ് ആ പിതാവിനെ, അപ്പനെ വിശേഷിപ്പിക്കുക. നീതിമാനായ യൗസേപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? എല്ലാവർക്കും അർഹതക്കനുസരിച്ച് നൽകുന്ന ഒരാളാണ് നീതിമാൻ. തുല്യമായിട്ട് നൽകുക എന്നതല്ല, ഓരോരുത്തർക്കും അർഹതക്കനുസരിച്ച്. അങ്ങനെയുള്ള ഒരാളാണ് ശരിക്കും നീതിമാൻ. അതുകൊണ്ടാണല്ലോ 90 വയസ്സ് കഴിഞ്ഞ ഒരാളെയും 15 വയസ്സ് കഴിഞ്ഞ ഒരാളെയും ഒരേ മത്സരത്തിൽ, ഓട്ട മത്സരത്തിന് നിർത്താൻ പാടില്ലെന്ന് പറയുന്നത്. അതൊരു നീതിയല്ലല്ലോ. അതെങ്ങനെ നീതിയായി മാറുക? യൗസേപ്പ് നീതിമാനായത് അർഹമായ വിധത്തിൽ, ഓരോരുത്തർക്കും തുല്യമായ വിധത്തിലല്ല, അർഹമായ വിധത്തിൽ നൽകുന്നുള്ളതാണ്. ഈ അപ്പന്റെ മകനാവട്ടെ, അതുകൊണ്ടാണല്ലോ പിന്നീട് അവസാനത്തെ 1 മണിക്കൂർ വന്ന് മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്ത പണിക്കാർക്കും കൂലി കൊടുത്തപ്പോൾ 1 ദിവസത്തെ മുഴുവൻ കൂലി കൊടുത്തത്. അത് പറയാനല്ല മുതിരുന്നത്. നീതിമാനായ യൗസേപ്പിന്റെ നീതിബോധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? സ്വയം തിരുത്താനും കൂടി ഈ നീതിബോധം ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വയം തിരുത്തുന്നവരിലേക്കാണ് കുറെ കൂടി നീതിബോധം ഊറിക്കൂടുക. സംശയമുണ്ടോ? രഹസ്യമായിട്ടാണേലും പരസ്യമായിട്ടാണേലും മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച യൗസേപ്പ്, ഫലം ഒന്നു തന്നെയാണ്. മറിയ അനുഭവിക്കേണ്ടി വരുന്ന തുടർ യാതനകൾ, സഹനങ്ങൾ ഒന്നു തന്നെയാണ്. എന്നിട്ടും ഈ മനുഷ്യന് ശരിക്കും പറഞ്ഞാല് വീണ്ടും ഒരു തുടർ ചിന്ത വരിക, വീണ്ടും വിചാരത്താല് ചിലതെല്ലാം തിരുത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അയാളാണ് നീതിമാൻ. തനിക്ക് സംഭവിച്ച പാളിച്ചകളെയും അബദ്ധങ്ങളെയും ഇടർച്ചകളെയും തിരുത്തിയെടുക്കാനായിട്ട് ഒരാൾക്ക് ധൈര്യമുണ്ടാകുമ്പോൾ, ഒരാൾ സന്നദ്ധനാകുമ്പോൾ, സാഹസികമായി അയാൾ മുമ്പോട്ട് പോകുമ്പോൾ അയാളിലെ നീതി കുറെ കൂടി വളരുകയും ഉറച്ച് സ്ഥിരപ്പെടുകയും ഒക്കെയാണ്. അതുകൊണ്ട് ഈ ദിനം യൗസേപ്പ് എന്ന് പറഞ്ഞ ആ വലിയ അപ്പനെ കൂടി, പിതാവിനെ കൂടി അമ്മയോട് ചേർത്ത് നമുക്ക് ആദരവോടെ ഓർക്കാം. ആമേൻ.